കോമഡി ഒക്കെ ഉണ്ട്. കൊള്ളാം, കുഴപ്പമില്ല. നീരജ് ഒക്കെ എങ്ങനെയുണ്ട്? നീരജ് കൊള്ളാം, കുഴപ്പമില്ല. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. കോമഡിയൊക്കെ വർക്കായി. ഒരു ഏലിയൻ കഥയല്ലേ? ഒരു ഏലിയൻ ഫീൽ തന്നെ. കൊള്ളാം. കോമഡി പടം കൊള്ളാം. ടൈം പാസ് കൊള്ളാം. നല്ല അഭിനയം, നല്ല അഭിനയം. നല്ല പടം, ഇഷ്ടപ്പെടും. കോമഡി, നല്ല കോമഡി. ചിരിച്ചുകൊണ്ട് കുറേ ചിരിച്ചു. എല്ലാവരുടെ അഭിനയം കൊള്ളാം. കോമഡി എങ്ങനെയുണ്ട്? കോമഡിയൊക്കെ അടിപൊളിയായിട്ടുണ്ട്. നല്ല മൂവിയാണ്, നല്ല മൂവി, നല്ല എക്സൈറ്റിംഗ് ആയിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? കൊള്ളാം. പടം കൊള്ളാം, കുഴപ്പമില്ല. പിള്ളേർക്കെല്ലാം ഇഷ്ടപ്പെടും. കൊള്ളാം, കണ്ടുകൊണ്ടിരിക്കാം. നല്ല കോമഡിയെല്ലാം ഉണ്ട്. കൊള്ളാം, എല്ലാവർക്കും ഇഷ്ടം. അഭിനയം കൊള്ളാം, എല്ലാവരുടെ അഭിനയം കൊള്ളാം. കൊള്ളാം, രസമുണ്ട്. ഒരു ഫൺ ഫീൽഡ് റൈഡ്. അവരെ കൊണ്ട് പറ്റുന്ന ബഡ്ജറ്റിൽ നല്ല ടെക്നിക്കൽ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. നല്ല കട്ട്സും നല്ല ഭയങ്കര സൂപ്പർ ഹീറോ എലമെൻറ്റ് പരിപാടിയൊന്നുമില്ല. പക്ഷേ രസമുണ്ട്, നമുക്ക് ബോറൊന്നും ഓടിക്കില്ല. ഒരു ഈ ഏലിയനെ സൂപ്പർ ഹീറോ ആയിട്ട് മറ്റേ അമാനുഷ്യം അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. സാധാരണ മനുഷ്യനെ പോലത്തെ ഒരു ഇതായിട്ട് എന്താണ് കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സൂപ്പർ ഹീറോ ഭയങ്കര പരിപാടിയൊന്നുമില്ല. പക്ഷേ നല്ല രസമാണ്, നല്ല ഫണ്ണാണ്, ഒരു ഫീലുണ്ട് പറയുന്നത്. ഇന്റർവെൽ ടൈം ഫുൾ ചിരിക്കാനേ ഉള്ളൂ. വേറെ അഭിനയം സെറ്റ്, അജു വർഗീസ് സെറ്റ്, നീരജ് സെറ്റ്, സൂപ്പർ ഫിലിം. 2 മണിക്കൂർ ചിരിക്കാനുള്ളതല്ല. ചിരിക്കാനുള്ളത് ഇന്റർവെല്ലിന് ശേഷം ഫുൾ ചിരിക്കാനേ ഉള്ളൂ. നല്ല പടം, കൊള്ളാം. അഭിനയം എങ്ങനെയുണ്ട് എല്ലാവരെയും? നൈസാണ്, നല്ല കാസ്റ്റിംഗ് ആണ്. നല്ല കാസ്റ്റിംഗ് ആണ്. കോമഡി ഒക്കെ എങ്ങനെയുണ്ട്? കോമഡി കൊള്ളാം, ഒരു 2 എൻജോയ് മണിക്കൂർ ചെയ്തു. ചിരിക്കാൻ പറ്റിയോ? 2 മണിക്കൂർ ഫുള്ളായിട്ടില്ല, പക്ഷെ ചിരിക്കാം. നല്ല പടം, നല്ല എൻജോയ് ചെയ്യാൻ പറ്റും. കുഴപ്പമില്ല, അത്യാവശ്യം ആവറേജ്. ചേട്ടാ എങ്ങനെയുണ്ട്? ചേട്ടാ നല്ല സിനിമ, കുഴപ്പമില്ല, കണ്ടുകൊണ്ടിരിക്കാം, അത്രേ ഉള്ളൂ. ഒരു കോമഡി ഒക്കെ എങ്ങനെയുണ്ട്? കോമഡി കുറേയൊക്കെ നല്ലതാണ്, കുറേയൊക്കെ അത്ര ഇതല്ല, പക്ഷേ കൊള്ളാം, ഒരു ഇരുന്ന് കാണാം. കോമഡിയൊക്കെ ആവറേജ്. കോമഡി കുറച്ചൊക്കെ വർക്കായി, കുറച്ചൊന്നും വർക്കായില്ല. എന്നാലും അത്യാവശ്യം വൺ ടൈം വാച്ച്. ശരിക്കും എന്താണ് എടുത്ത് പറയാനായിട്ടുള്ളത്? എടുത്തു പറയും, പോസിറ്റീവായിട്ട് പറയുകയാണെങ്കിൽ പടം നന്നായിട്ട് എടുത്തിട്ടുണ്ട്. മീൻസ് പൈസ കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ലോ ബഡ്ജറ്റ് മൂവിയല്ല, അത്യാവശ്യം തിയേറ്ററിൽ ഒന്ന് കാണാൻ കൊള്ളാം. പക്ഷേ സ്ക്രിപ്റ്റ് വീക്കായിരുന്നു. കണ്ടുപിടുത്ത കഥാസന്ദർഭങ്ങളൊക്കെ ആയിരുന്നു. കോമഡിയും കുറച്ചൊക്കെ ഏറ്റിട്ടുണ്ട്, കുറച്ചൊന്നും ഏറ്റിട്ടില്ല. കുഴപ്പമില്ല. അതായത് സ്ക്രിപ്റ്റ് നമ്മൾ ഏലിയനൊക്കെ ഇന്ന് കേൾക്കുമ്പോൾ കുറച്ച് സൂപ്പർ പവറൊക്കെ പ്രതീക്ഷിക്കും. അത്രത്തോളം സൂപ്പർ പവറൊന്നും വന്നിട്ടില്ല. ക്ലൈമാക്സിൽ വരുന്നല്ല, അതിന് മുമ്പ് ഒന്നും വന്നിട്ടില്ല. കുറച്ച് ബോറല്ല, കുറച്ച് ലാഗുണ്ട്. പിന്നെ വിചാരിച്ചെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഈ കോയി മിൽഗെ പോലത്തുള്ള ഹിന്ദി പടങ്ങളൊക്കെ കണ്ടപ്പോൾ അതിൻ്റെ അത് കുറച്ച് ഏലിയനൊക്കെ കണ്ടിട്ടുണ്ടാവും. അതൊക്കെ വെച്ച് ഇതിനെ കമ്പയർ ചെയ്യുമ്പം ഒന്നുമില്ല. അതിൻ്റെ നമ്മൾ സൂപ്പർ പവർ കാണിച്ച് അങ്ങനെ അത്യാവശ്യം എൻഗേജിങ് ആയിട്ടാണ് പോകുന്നത്. ഇത് അങ്ങനെ ഒരു എൻഗേജിങ് ഇല്ല. ഒരു ഇൻ്റർവെല്ലിന് ശേഷമെങ്കിലും സൂപ്പർ പവർ ഉപയോഗിക്കുന്നു ചെയ്യുക. അങ്ങനെ മൊത്തത്തിൽ ഒരു ഡോസ് കുറവുണ്ട്. അഭിനയം, നീരജിന്റെ അഭിനയമൊക്കെ നല്ലത് തന്നെ. പ്ലൂട്ടായിട്ട് വന്ന പയ്യനും കൊള്ളാം. നമുക്കൊരു എൻ്റർടൈൻമെൻറ്റ് മൂവിയാണ്. അഭിനയമൊക്കെ എങ്ങനെയുണ്ട്? അഭിനയം കൊള്ളാം. അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് അജു വർഗീസിൻ്റെ ആണ്. ആ ക്യാരക്ടറും അജു വർഗീസുമാണ് എനിക്കത് കുറച്ചും കൂടെ എൻ്റർടൈൻമെൻ്റ് ആയിട്ട് തോന്നിയത്. ഇഷ്ടപ്പെട്ടു. ഒരു നല്ലൊരു മൂവി, ഫാമിലിയായിട്ട് കാണാം. ഫാമിലിയായിട്ട് കാണാം.